ശബരിമലയിലെ വിവിധ ടെൻഡറുകളിലെ കരാറുകാരുടെ സാമ്പത്തിക തിരിമറികളും തടയാൻ പരിഷ്കരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ ടെൻഡർ വഴി കൂടിയ തുക ഔദ്യോഗികമായി അറിയിച്ച ശേഷം അതിനേക്കാൾ കൂടുതൽ രേഖപ്പെടുത്താൻ 1 മണിക്കൂർ കൂടി സമയം നൽകും. കരാറുകാർ തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയായി. ലേലത്തുക കുറയ്ക്കാനുള്ള തട്ടിപ്പ് രീതി ഒഴിവാക്കാനാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉയർത്തുന്ന വാദം. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ഒപ്പം ചേരും. ശ്യാമപ്രസാദ്, ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഒരു ടെൻഡർ വിളിക്കുക, ആ ടെൻഡർ വിളിച്ച ശേഷം അതിൽ ഉയർന്ന തുക രേഖപ്പെടുത്തുന്ന ആൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ടെൻഡർ നടപടിക്കായി ഒരു കൂടുതൽ സമയം അനുവദിക്കും. അപ്പോൾ ആരെങ്കിലും കൂടുതൽ തുക നൽകുമോ എന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ വാർത്തയിൽ. അതായത് എന്താണെന്ന് കുറച്ചുകൂടി ലളിതമായി പറയാം. അതായത് ഈ തിരിമറികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴും എത്രമാത്രം അത് ഫലപ്രദമാകുമെന്നുള്ളൊരു കാര്യം അല്ലേ? പറയൂ ശ്യാമേ. കൃഷ്ണരാജ് ആതിര, എന്തായാലും ശബരിമലയിലെ നിലവിൽ കടമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യം എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ വലിയ വരുമാനത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെല്ലാം തന്നെ ടെൻഡർ നടപടികളിലൂടെയായിരുന്നു നടന്നു പോന്നിരുന്നത്. എന്നാൽ കാലങ്ങളായി ഈ ടെൻഡർ നടപടികളിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ തുകയ്ക്ക് ഒരാൾ ടെൻഡർ വിളിക്കുകയും ചെയ്യും, അതിന് തൊട്ട് പിന്നാലെ മറ്റുള്ളവർ ഈ ഒരു കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ വിളിക്കുകയും ചെയ്യും. എന്നാൽ പിന്നീട് ഈ ടെൻഡർ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ കൂടിയ തുകയ്ക്ക് ടെൻഡർ വിളിച്ചയാളെ ഈ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റു വ്യാപാരികളെല്ലാം തന്നെ വിളിച്ച് ഇതിൽ സാമ്പത്തിക നഷ്ടമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കും, അല്ലെങ്കിൽ ആ ഇടനിലക്കാരനെ, ആ കരാറുകാരനെ ഒഴിവാക്കിയ ശേഷം ഈ കുറഞ്ഞ തുകയ്ക്കുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നവരുടെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പായി പ്രവർത്തിച്ച ശേഷം ഏറ്റവും കൂടിയ തുകയ്ക്ക് ഒരു ധാരണയിലെത്തി ആ ഒരു ടെൻഡർ ഉറപ്പിക്കുന്നതാണ് രീതി. എന്നാൽ ഇതിന് തടയിടാൻ എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമഗ്ര പരിഷ്കരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് ഈ ടെൻഡർ എന്ന ഒരു സമഗ്രമായ ഒരു നടപടിയാണ് ഇതിനായി ദേവസ്വം ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടിയ തുകയ്ക്ക് ടെൻഡർ രേഖപ്പെടുത്തുന്നയാൾ അതിനുശേഷം അതിന് പിന്നാലെ മറ്റ് കുറഞ്ഞ തുകയ്ക്ക് രേഖപ്പെടുത്തുന്ന, ഇങ്ങനെ പട്ടിക അനുസരിച്ച് വരുമ്പോഴേക്കും ആ ടെൻഡറിൻ്റെ നിശ്ചിത സമയം കഴിഞ്ഞ് 1 മണിക്കൂറും കൂടി ഈ ബിഡ് ഉറപ്പിക്കാനുള്ള സമയം നൽകും. ആ 1 മണിക്കൂറിനുള്ളിൽ അതിനേക്കാളും മുകളിൽ, നിലവിലുണ്ടായിരുന്ന തുകയേക്കാളും മുകളിൽ രേഖപ്പെടുത്തുന്ന തുകയ്ക്ക് രേഖപ്പെടുത്തിയ കരാറുകാരൻ ആരാണോ ആ കരാറുകാരനുമായിട്ടായിരിക്കും ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ കരാർ ഉറപ്പിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുക. ഇങ്ങനെയാണ് ഒരു ഈ ടെൻഡർ പരിഷ്കരണത്തിലേക്ക്, ഈ ഒരു സമഗ്ര പരിഷ്കരണമെന്ന വാദം ദേവസ്വം ബോർഡ് ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഇടനിലക്കാരെയും ഒപ്പം തന്നെ മറ്റ് കടമുറികൾ മൊത്തത്തിൽ ലേലമെടുക്കുകയും സാധനങ്ങളും ലേലത്തിൽ എടുക്കുകയും ശേഷം അതിന് ഒരു ഇടനിലക്കാരനെ ഉപയോഗിച്ച് വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്ന ആ ഒരു പ്രവണത ഇല്ലാതാക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സമഗ്ര പരിഷ്കരണത്തിന് ഒരുങ്ങുന്നു എന്നതാണ് ബോർഡ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. ഇതിൽ പ്രധാനമായും വഴിപാട് സാധനങ്ങളായ ശർക്കര, ഉണക്കലരി തുടങ്ങിയവയുടെ കാര്യത്തിൽ പോലും ഇതിൽ ഈ ഒരു നിബന്ധന പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു രീതി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഈ ടെൻഡർ നടപടികളിലെല്ലാം തന്നെ പ്രധാനമായും ശർക്കരയും ഉണക്കലരിയും എല്ലാം തന്നെ ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോഴേക്കും അതിനും ടെൻഡറുണ്ട്. ആ ഒരു ടെൻഡറും ഈ ടെൻഡർ എന്ന പട്ടികയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടിയ തുകയ്ക്ക് കരാർ രേഖപ്പെടുത്തിയ ആളുമായി ബോർഡ് ധാരണയിലെത്തിയ ശേഷമായിരിക്കും പിന്നീട് വിജിലൻസ് ക്ലിയറൻസ് അടക്കം നൽകുന്ന കാര്യങ്ങളിലേക്ക് പിന്നീട് വിജിലൻസും എല്ലാം കടക്കുകയും ചെയ്യുക. അപ്പോഴും നേരത്തെ ഈ സാധനങ്ങൾ, അതായത് വഴിപാടിന് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളുടെ കാര്യത്തിലും ചില പ്രകടമായ മാറ്റങ്ങളുണ്ട്. അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അളവിലോളം സാധനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സാമ്പിൾ പരിശോധനയ്ക്ക് നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അതിലെല്ലാം തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2 കിലോയിൽ കുറഞ്ഞ സാമ്പിളുകൾ, ഈ സാധനങ്ങളുടെ സാമ്പിളുകൾ മാത്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൈമാറിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ബോർഡ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ സമഗ്രമായ ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ ബോർഡ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഈ ടെൻഡർ നടപടികളിൽ പരിഷ്കാരം വരുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണമല്ലേ കൃഷ്ണേട്ടാ? തീർച്ചയായും ഇത് എങ്ങനെ സുഗമമായി പോകുമെന്ന് മനസ്സിലാകുന്നുമില്ല. കാര്യം കൂടുതൽ തുക മറ്റൊരാൾക്ക് വീണ്ടും കോട്ട് ചെയ്യാമെങ്കിൽ അത് ഒന്നിലേറെ പേർക്കാകാമല്ലോ. അതെ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയണം. ചിലപ്പോൾ ഗുണം ചെയ്യുമായിരിക്കാം. ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്.